ഒരു വലിയ അനക്കോണ്ടക്ക് മനുഷ്യനെ തിന്നാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആമസോണിൻ്റെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കണം, പെട്ടെന്ന് വലിയൊരു അനക്കോണ്ട വന്നു. ആ അനക്കോണ്ട നമ്മൾ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വടിയോ തുണിയോ എന്തെങ്കിലും വെച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ അനക്കോണ്ടൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ആ, 2ാം ക്ലാസ് പഠിക്കണേ എൻ്റെ ഏട്ടൻ്റെ കുട്ടി എന്നോട് ചോദിച്ചൊരു സംശയമാണിത്. സ്വാഭാവികമായിട്ട് എനിക്ക് അറിയണ രീതിയിലൊക്കെ നമ്മൾ അതിന് ആൻസർ പറഞ്ഞു കൊടുത്ത്. ചെറിയ കുട്ടിക്ക് വലിയ സാധനങ്ങൾ, ഉയരമുള്ള സാധനങ്ങൾ, തടിയുള്ള സാധനങ്ങൾ, ഇതിനോടൊക്കെ ഒരു 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 കൗതുകം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾ നമ്മളോട് ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ചെറിയ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സ്കൂളിൽ പറഞ്ഞേക്കലോ, നല്ല സ്കൂളിൽ പറഞ്ഞേക്കലോ, നല്ല ഡ്രസ്സ് കൊടുക്കലോ, നല്ല ഭക്ഷണം കൊടുക്കലോ, കൂടെ ഇരുത്തി പഠിപ്പിക്കലോ അല്ല. അതിനേക്കാൾ ഉപരി കുട്ടികൾ ചോദിക്കുന്ന ഇതുപോലത്തുള്ള കുഞ്ഞു 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 കുനിഷ്ഠ ചോദ്യങ്ങളുണ്ടാവും. നേരെയുള്ള ചോദ്യങ്ങളെല്ലാം ഒരു ചോദിക്കും. നമുക്ക് ചിലപ്പം ദേഷ്യം പിടിക്കും കുറേയൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ. അങ്ങനെ ദേഷ്യം പിടിക്കാതെ നമുക്ക് അറിയുന്ന രീതിയിൽ ഒരു ചോദിക്കുന്ന എല്ലാ കുസൃതി ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ഉത്തരം നമുക്ക് അറിയണമല്ലോ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മളോടൊരു ട്രസ്റ്റ്, ഒരു സെക്യൂരിറ്റി, ഒരു ഇഷ്ടം, പിന്നെ എന്താ പറയുക, ഒരു 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 കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് കുട്ടികൾ എൻ്റെ ഒരു സംശയം എപ്പം നോക്കിയാലും എനിക്ക് സംശയം എന്ന് പറഞ്ഞാൽ കുട്ടികളെ മൈൻഡാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ സംശയം ചോദിക്കാണ്ടാവും, കുട്ടികൾക്ക് ഒബ്സർവേഷൻ ഇല്ലാതാവും, കുട്ടികൾ എന്താ പറയുക, ആ ഒരു സെറ്റാവില്ല. അപ്പം നമ്മൾ തന്നെ അതിനുള്ളൊരു വേദി ഒരുക്കി കൊടുക്കുക.